ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മെയിൻ ഇൻട്രോ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഇൻ മാമൻ ആൻഡ് സ്റ്റീവ് ഗൈസ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പം കൂടുതലൊന്നും പറയാനില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നിങ്ങളിത് നോക്കും, മാമൻ ഒരു പാവത്തിനെ കൊല്ലുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ നിയമവും കോടതിയൊന്നും ഇല്ലേ? ഇല്ല. ഇവിടുത്തെ നിയമവും കോടതിയും ഞാനാണോ? ഞാൻ പറയുമ്പോ രാത്രി, നീ പറയുമ്പോ പകൽ. എന്ത് പറയുന്നു? ഷെയർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുമ്പോ രാത്രി, നീ പറയുമ്പോ പകൽ. ഓക്കെ, നീ വന്നോ. വെറുതെ വീഡിയോ അലമ്പോ ഹേറ്റേഴ്സ് വരും. സ്റ്റീവിന്റെ ഹേറ്റേഴ്സ് വരും, അല്ല മാമന്റെ ഹേറ്റേഴ്സ് വരും. ഹേറ്റേഴ്സ് അത്തപ്പൂവിൻ നടുവിലിരുന്ന് അപ്പം ചുട്ട് കളിക്കാം മോനെ. സ്വന്തം വരിക റഹ്മാൻ എഴുതും അതുപോലെ കവിത. ഒതുങ്ങിരി. ആ പിന്നെ ഗൈസ്, ഒരു സംഭവം ഉണ്ട്. ഈ സംഭവം കണ്ടു ചോദിക്കുകയാണേ, ഈ എന്താ സ്കെൽട്ടന്റെ തലയില് കാല് കയറ്റി വെച്ചിരിക്കണ ആളാരാന്ന് നിങ്ങളത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ സ്കെൽട്ടന്റെ തലയില് കാല് കയറ്റി വെച്ചിരിക്കണ ആളാരാണെന്ന് ചോദിച്ച ആളാണ് ഈ സ്റ്റീവ് ഗൈസ്. സ്റ്റീവ് കേക്കാല്ലറാ. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ആകാശ്, നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു പുതിയ ലോട്ടറി കൂടി അടിച്ചേക്കാണ്. ഞാൻ വീണ്ടും സന്യാസത്തിലേക്ക് പോവാ. അവിടെ ഒരു സുഖമില്ല. മലേഷ്യന്ന് പെണ്ണിനെ അടിച്ചോണ്ട്, അല്ല മലേഷ്യ എന്ന് പറയുന്നത്, കാശ്മീരിൽ നിന്ന് പെണ്ണിനെ അടിച്ചോണ്ട് വന്നിട്ട് ആ സമയത്ത് സന്യാസം മുറിഞ്ഞു പോയി. ഞാൻ വീണ്ടും ചെയ്യും. ഡെക്സ്റ്റർ 2 വാക്ക് സംസാരിക്കേണ്ടതാണ്, റെക്കോർഡിങ്ങിലാണ്. 2 വാക്ക് സംസാരിക്കണം. 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞ 2 വാക്ക്. അല്ലല്ല എക്സ്ട്രോ മാമ ഇവിടെ നിയമവിരുദ്ധമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ആൻമരീനെ കൊന്നു. എന്റെ ആൻമരീനെ കൊന്നു. അതേപോലെ രാത്രി സർവറി കയറിയ ആൾക്കാരൊക്കെ പേടിച്ചു പോയി. കാരണം മാമൻ അവസരമൊന്നും ഇല്ലാണ്ട് ഇതിലൂടെ നടന്നു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതത്ര സത്യമുള്ളതാണെന്ന് അറിയണമെങ്കിൽ അന്ന് ഈ സർവർ കയറിയവരൊക്കെ വിളിച്ചു കൊടുന്ന് പരിശോധിക്കേണ്ടി വരും. അലമ്പാക്കല്ലേ, വീഡിയോയുടെ ഇത് മാറും. അമ്മ മേലക്കൊക്കെ ഹലോ എടാ, അപ്പനെ ഡെസ്ട്രോ പോയാ, അല്ലെ ഡെസ്ട്രോനെ ജഡ്ജാക്കി ഇരുത്തായിരുന്നു. എടാ മേലെ കയറാടാ, മേലെ കയറാടാ. പോവാണോ? അയ്യോ, സന്യാസത്തിലേക്ക് പോവല്ലേ, സന്യാസത്തിലേക്ക് പോവല്ലേ. ഇപ്രാവശ്യം എവിടത്തേക്കാ സന്യാസത്തിലേക്ക് പോത്? അയ്യോ, പറ്റിയ സ്ഥലത്തിനാ പോണേ. രണ്ട് കുട്ടികൾ. ഞാൻ എന്ത് കണ്ടന്റ് എടുക്കുന്നു ചോദിച്ചപ്പോ ഇതാണ് കണ്ടന്റ് എന്ന് പറഞ്ഞില്ലേ ഗൈസ്. അതോ മാമ വന്നുള്ള അലമ്പതാണ് ഗൈസ്. വെറുതെ അല്ല മാമന്റെ ഷോപ്പ് ഗുണം പിടിക്കാത്ത. സോറി, ഷോപ്പ് തുറന്നിട്ടുണ്ടല്ലേ. എന്നെ കണ്ടുപിടിക്കുന്നവർക്ക് എന്റെ ഒപ്പം പട്ടായക്ക് വരാം. എന്നെ കണ്ടുപിടിക്കുന്നവർക്കല്ലേ ഇപ്പൊ കണ്ടുപിടിച്ചാ ഈ സർവറിലുണ്ടോ?
ക്രൗച്ച് ചെയ്തിരിക്കുന്നുണ്ട് എവിടെയോ കള്ളതായി എവിടെയോ ക്രൗച്ച് ചെയ്തിരിക്കുന്നുണ്ട്. റൂറ്റോ അതെങ്ങനെ ചെയ്യാം? കുടിഞ്ഞിരിക്ക അറിയില്ലേ എനിക്ക് സ്ഥിരം പരിപാടി. കണ്ടന്റ് നോക്കി പറ. ഞാൻ അതിന് ടൈറ്റിൽ വേറെ എന്തെങ്കിലും ഇട്ടെടുക്കേണ്ടി വരും. ഇല്ല, സത്യങ്ങള് വിളിച്ചറിയണം. മാമന്റെ രാത്രി ഇയാള് സാരി കൊടുത്ത് പോണ കാണാറുണ്ട്. ഞാൻ കണ്ടിട്ട് വയനാട് ബസ് സ്റ്റാൻഡില് ഇവരാ ഞാനിക്ക് വെറുതെ വയനാട് ടൂർ പോയി തന്റെ ചങ്ങന്മാരെ ഒന്നിച്ച്. ഞാനോ ശിവനെപ്പോഴത്തെ എടുത്തിട്ട് ഞാൻ ചങ്ങൻ വരും. അങ്ങനെ ഞാൻ ഇന്നല്ല ഉദ്ദേശിച്ച അവിടെ 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 സ്റ്റീവ് 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 ഇവരുടെ ഹരഹര മഹാദേവ പറഞ്ഞു പാടുന്നത്. അലമ്പാക്കല്ല. വീഡിയോ കണ്ടന്റ് ഇതാക്കല്ല. എൻഡ് ചെയ്യാം, വീഡിയോ എൻഡ് ചെയ്യാം. ഒറ്റ കയ്യിലെ കൊണ്ട് അടിച്ചത്. മാസങ്ങൾക്ക് ശേഷം വന്നതില് ഇവിടൊക്കെ ഭയങ്കര വികസനം കണ്ടത് സന്തോഷമുണ്ട്. അപ്പൊ ഇനി അടുത്ത വരവില് ഡ്രാഗൺ സർവർ ഉണ്ടോന്നില്ല. അടുത്ത വരവില് ഈ സാധനത്തിനോടെ കാണരുത്. ഇല്ല, അതിനപ്പം എടുത്തത് അതിനെ റിട്ടയർഡായി കുഴിക്ക് കാലം നീട്ടിരിക്കുക. മഹാലമ്പ് പെൻഷനും കൊടുത്ത് വിടുക, വീട്ടിൽ പറഞ്ഞേക്ക. വെറുതെ ഇവിടെ നിർത്തിയിട്ടും കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാന്നൊക്കെ. 65 കഴിഞ്ഞാകട്ടെ പെൻഷൻ കൊടുത്ത് വിടുക. എന്നിട്ട് വല്ല തൈലോ ആയുർവേദയോ അങ്ങനെ എന്തേലൊക്കെ ഒന്ന് പരീക്ഷിച്ച് വെക്ക മൂലത്തിൽ ഇതൊക്കെ. എടാ നിക്ക് നമുക്കൊരു ഔട്ട്രോ എടുക്കാം. വീഡിയോ കഴിഞ്ഞ ഗൈസ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, കണ്ടന്റ് ഇല്ല. കണ്ടന്റ് ഇനി അലമ്പളിക്കല്ലേ. ഔട്ട്രോ എടുക്കട്ടെ. എല്ലാരും പഠിക്കുന്നോ. പൂമുഖവാതിൽക്കേ എങ്ങനെയാണ് പാടിക്കാം മാമ? ഞാൻ നടുവിലിരുന്നാലേ ക്യാമറ ആംഗിൾ കിട്ടുള്ളൂ. മാറി തമ്പനയിൽ എടുക്കാനാ. കയ്യോട്ടിരണേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ അതിൻ്റെ ചെയ്യാനുള്ള സമയമായിക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഞാൻ അങ്ങനെ പറ കേട്ടില്ല. ഞാൻ സ്റ്റീവ് പ്ലേസ്. ഓക്കെ, ഞാൻ ഡ്രാഗോസ് ഗൈസ്. എൻ്റെ ചാനൽ വന്ന് ഞാൻ ഡ്രാഗോസ്. നടുവിലിരിക്കണത് കുട്ടി. ഗൈസ്, ഇങ്ങനെയുള്ള അപരാധങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇടയ്ക്ക് ഇതുപോലെ രണ്ട് തന്താരം ഒന്നിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും ഇത് എനിക്ക് സോ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എന്തായാലും അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഗൈസ്. കണ്ടോ, അത് നല്ലൊരു ഐശ്വര്യമായിട്ടുണ്ട്. മാമോടെ വന്നാ ബൈ ഗൈസ്. ഇതൊക്കെ ഈ മുഖങ്ങളൊക്കെ ഓർത്തിരിക്കുക. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് പിന്നെ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഇവിടെ ഒന്നും കാണൂല. എൻ്റെ തലേ കയറി മാമ ഒതുങ്ങിയിരിക്കുക. സ്റ്റീവ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഒന്നോ എന്റെ തലയിൽ കേറിയാ ഒതുങ്ങിരി ഇതാ ഗൈസ് കണ്ടാ. ഓക്കെ എടാ, ഞാൻ ഒരു കണ്ടന്റ് എടുക്കുമ്പോ പോലും 19 അല്ല എന്തേലും വീഡിയോയില് പറയാനുണ്ടോ?
മജ്നുകയില് മിയാ ഖലീഫ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡ്രാഗോക്സിന്റെ പഴയ വീഡിയോ എടുത്ത് വെക്കുക. അതിലുണ്ട് അതെ ഗൈസ്, ആ അപരാധം വിളിച്ചു പറഞ്ഞത് ഇവനാണ്. ബുർജ് ഖലീഫിനെ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. സോറി, ക്ലോക്ക് ടവറിനെ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ഇത് ലെജൻഡാണ് ഗൈസ്. ഈ പൊട്ടമാമൻ പറയുന്നത് ഇത് ആരാന്ന് അറിയൂല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈസ് ലെജൻഡ്. ഓഹോ ഒറ്റയടിക്കകത്ത്. സോ നമുക്ക് ഉപദേശങ്ങളൊന്നും കേൾക്കാൻ സമയമില്ല. കൂടുതൽ പോയി കഴിഞ്ഞാൽ അലമ്പാവത്തുള്ളൂ. ഇവന്മാരെ അലമ്പാക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ഗൈസ്, ടാറ്റാ. എടാ മറ്റേ ഔട്ടർ ഉണ്ടായിരുന്നല്ലോ, മറ്റേ സാധനം. ഇനി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ടൈം പോവും. ഓക്കെ ബൈ ഗൈസ്, അപ്പോൾ ശരി.